ഏബൽ ഒരു ദിവസം ഒരു വെൻഡിങ് മെഷീന്റെ ഉള്ളിൽ നിന്നും ഒരു ബോട്ടിൽ എടുത്തു. എന്നാൽ അതിന്റെ കൂടെ അവൻ ഒരു ലെറ്ററും കയ്യിൽ കിട്ടി. ആ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അവന് മനസ്സിലായി അതൊരു ലവ് ലെറ്റർ ആണ്. മാത്രമല്ല, നിനക്ക് എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ 100 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് നടക്കാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തോ പ്രാങ്ക് ആണെന്ന് കരുതി അവൻ ആ ലെറ്റർ അതേപടി വെൻഡിങ് മെഷീന്റെ അകത്തിട്ടു. അങ്ങനെ അവിടുന്ന് പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് ആ ലെറ്റർ എടുത്ത് 100 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് നടന്നു. കാരണം ഏബൽ ഇത്രയും നാളും സിംഗിൾ ആയിട്ടാണ് ജീവിച്ചത്. അങ്ങനെ അതിൽ പറഞ്ഞ പോലെ 100 സ്റ്റെപ്പ് നടന്നപ്പോൾ അവൻ മറ്റൊരു വെൻഡിങ് മെഷീൻ കണ്ടു. നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും അവന് രണ്ടാമത്തെ ലെറ്ററും കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ശേഷം നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എയോ ബിയോ ആണെങ്കിൽ അടുത്ത 120 സ്റ്റെപ്പ് നേരെ നടന്നുകൊള്ളാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏബൽ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയി. കാരണം അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരുന്നു. അങ്ങനെ വീണ്ടും 120 സ്റ്റെപ്പ് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത വെൻഡിങ് മെഷീനിൽ നിന്നും അവന് മൂന്നാമത്തെ ലെറ്ററും കിട്ടി. അതിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അത് ഏബലിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം താൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതുകൂടാതെ ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത 100 സ്റ്റെപ്പ് നടന്നാൽ കുറച്ച് ഫ്ലവർ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ കയറി നിന്നതിന് ശേഷം തന്നെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ അവിടെ ഹാർട്ട് ഷേപ്പിൽ കുറച്ച് ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏബൽ തന്റെ കാമുകിയെ കാണാനായി ആ ഫ്ലവറിനുള്ളിൽ നിന്ന ശേഷം അവളെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ അവളെ എന്തുകൊണ്ടാണ് തന്നെ ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ ഈ ഗെയിമും നിന്റെ ശബ്ദവും കാരണമാണെന്ന് ഏബൽ പറഞ്ഞു. എന്നാൽ അവിടെ നിക്ക്, ഞാൻ ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. കുറച്ച് ടെൻഷനിലായിരുന്ന ഏബൽ താൻ ആദ്യമായിട്ട് കാണുന്ന ഈ നിമിഷമെല്ലാം ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തപ്പോൾ അതിനുള്ളിൽ ഒരു ബില്ല് വന്നു. അത് എന്താണെന്ന് എടുത്ത് നോക്കാൻ നേരം ഒരു പെൺകുട്ടി അവൻ നിൽക്കുന്നിടത്തേക്ക് ചാടി. എന്തോ ഭാഗ്യത്തിന് ഏബലിനൊന്നും സംഭവിച്ചില്ല. നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ കാണാമെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് തന്റെ മുന്നിലായി വീണ് കിടക്കുന്നത്. ഇത് കണ്ട് പേടിച്ച് ഏബൽ അവിടെ ഓടുന്നു. ഇനി ഒരിക്കലും അവൻ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.